ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നീണ്ടൂർ കുറുപ്പന്തറ റോഡിന്റെ സമർപ്പണം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ മുഴുവൻ BMBC നിലവാരത്തിൽ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടന്നു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. നീണ്ടൂരിലെ കൈപ്പുഴക്കാറ്റ് ടൂറിസം പദ്ധതിയുടെ സാങ്കേതിക അനുമതിക്കായുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി മന്ത്രി VN വാസവനും പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 50% 5 വർഷം കൊണ്ട് BMBC നിലവാരത്തിലാക്കാൻ ആണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 3.25 വർഷം കൊണ്ട് അത് നേടിയെടുത്തതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 7 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ നവീകരിച്ച നീണ്ടൂർ കുറുപ്പന്തറ റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. വെള്ളക്കെട്ട് മൂലം പ്രശ്നം അനുഭവിക്കുന്ന ഇടങ്ങളിലടക്കം വലിയ മാറ്റം സാധ്യമായിരിക്കുകയാണ്. ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് ഈ പ്രവൃത്തിയേറെ സഹായകരമാണ്. 2016 മുതൽ പശ്ചാത്തല വികസന മേഖലയിൽ, പൊതുമരാമത്ത് മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഗ്രാമീണ മേഖലയിലടക്കം വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല റോഡുകൾ സാധ്യമായി. BMBC റോഡുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി. ചെലവ് കൂടുതലാണ്. 1 കിലോമീറ്ററിന് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റിനേക്കാൾ 50 ലക്ഷം രൂപ അധികമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 30,000 കിലോമീറ്റർ റോഡുകളിൽ 50% BMBC റോഡുകളാക്കി മാറ്റണം എന്നുള്ളതാണ്. BMBC റോഡുകളാക്കി മാറ്റാൻ നല്ല നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ പ്ലാനിംഗ് വിജയിച്ചു. 5 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ, അതായത് മൊത്തം പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ 50% വരുന്ന റോഡുകൾ BMBC ആക്കുക എന്നുള്ളത് 3.25 വർഷം കൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ള സന്തോഷവരെ നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചതായി മന്ത്രി പറഞ്ഞു. BMBC നിലവാരത്തിലേക്ക് മാറിയിരിക്കും. ആദ്യം തന്നെ റീബിൽഡ് കേരളയിൽപ്പെടുത്തിയ ഈ മണ്ഡലത്തിൽ 8 റോഡായിരുന്നു നമുക്ക് കിട്ടിയ 121 കോടി രൂപ. അതായിരുന്നു ഗാന്ധി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന റോഡ് ഉൾപ്പെടെ, അതിരമ്പുഴയിൽ നിന്ന് നീണ്ടൂരുമായി ബന്ധിപ്പിക്കുന്ന കൈപ്പുഴയുമായി ബന്ധപ്പെട്ട റോഡ് ഉൾപ്പെടെ 8 റോഡുകളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ കൂടാതെ നമ്മുടെ സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടും MLA ഫണ്ട് കൊണ്ട് നമ്മൾ അവർക്ക് കൊടുത്ത ബസ്സും, അതിനു പുറമെ ഒരു പഞ്ചായത്തിൽ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന യാഥാർത്ഥ്യം നടപ്പാക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ഗവൺമെന്റിന്റെയും 50 ലക്ഷം രൂപ MLA ഫണ്ടും കൊടുത്താണ് ഇപ്പൊ ആ ഗ്രൗണ്ട് പൂർണ്ണമാകാൻ പോകുന്നത്. നീണ്ടൂരിലെ കൈപ്പുഴക്കാറ്റ് ടൂറിസം പദ്ധതിയുടെ സാങ്കേതിക അനുമതിക്കായുള്ള നടപടികൾ പൂർത്തിയാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീണ്ടൂരിലെ 4 മണിക്കാറ്റുമായി ബന്ധപ്പെട്ട, കൈപ്പുഴക്കാറ്റുമായി ബന്ധപ്പെട്ട ടൂറിസം പ്രോജക്റ്റ് ഇപ്പോൾ അതിന്റെ ASന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിരിക്കും. നാനാതരത്തിലുള്ള വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വിശിഷ്യ പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലറ നീണ്ടൂർ റോഡിൽ നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കുറുപ്പന്തറ വരെയുള്ള പ്രധാന റോഡിന്റെ 4.5 കിലോമീറ്റർ വരുന്ന ഭാഗത്തെ നിർമ്മാണമാണ് നിലവിൽ പൂർത്തിയാക്കിയത്. 5.5 മീറ്റർ വീതിയിലാണ് നവീകരണം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ MPമാരായ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ്, ജോസ് K മാണി, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെനി ഷാജി, ഷൈജു ഓമനക്കുട്ടൻ, പുഷ്പമ്മ തോമസ്, ലൂക്കോസ് തോമസ്, ജോസ് പാറേട്ട് എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.